ദ ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻസ് ഈസ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇ എക്സ് ഈക്വൽ ടു ആൽഫ എക്സ് റേസ് ടു 1/2. ഇ വൈ ഇ സെഡ് 0 ആണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ കമ്പോണൻറ്റ് എന്ന് തന്നിട്ടുണ്ട്. ഇ എക്സ് എന്ന് പറയുന്നത് ആൽഫ എക്സ് റേസ് ടു 1/2 എന്ന് തന്നിട്ടുണ്ട്. ആൽഫയുടെ വാല്യൂ അറിയാം 5 ന്യൂട്ടൺ പെർ കൂളമ്പാണ്. കാൽക്കുലേറ്റ് ദ ഫ്ലക്സ് ത്രൂ ദ ക്യൂബ്. ഈ ക്യൂബിലൂടെ കടന്നു പോകുന്ന ഫ്ലക്സ് കാണണം. അതോടൊപ്പം തന്നെ എന്ത് കാണും? അതിൻ്റെ ഉള്ളിലുള്ള ചാർജും കാണണം. അപ്പോൾ നമുക്ക് ആദ്യം ഫ്ലക്സ് കാണാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഫ്ലക്സിന് സ്വഭാവമുണ്ട്. ഫ്ലക്സിൻ്റെ വാല്യൂ ഇതാണെന്ന് മനസ്സിലായി. ഇതിലെന്താണ്? എക്സിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഫ്ലക്സ് കൂടും. അതായത് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. ഇവിടെ എത്തുമ്പോഴേക്കും എന്തായി? എക്സിൻ്റെ വാല്യൂ ഇവിടേക്ക് എത്തുമ്പോഴേക്കും എ ആയി. പിന്നെ എന്തായി? ഇവിടെ എത്തുമ്പോഴേക്കും 2 ആയി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് കൂടുന്നു. ഇലക്ട്രിക് ഫീൽഡ് കൂടുമ്പോൾ എന്ത് പറ്റും? ഫ്ലക്സ് കൂടും. കാരണം ഫ്ലക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയയാണ്. ഇപ്പോൾ ഈ കേസിലാകുമ്പോൾ ഇ ഡോട്ട് ഡി എസ് ആണ്. അത് ഇവർ തമ്മിലുള്ള ആംഗിൾ നോർമലും ഇത് തമ്മിലുള്ള ആംഗിൾ അനുസരിച്ച് എന്ത് കിട്ടും? ഇ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഫ്ലക്സ് എന്ന് പറയുന്നത് ഇൻ്റെ ആണ്. ഇവിടുത്തെ ഏരിയയും സെയിം ആണ്. കാരണം എങ്ങനെ നമുക്ക് സെയിം എന്ന് പറയാൻ പറ്റും? ഇതൊരു ക്യൂബാണ്. ക്യൂബാകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സൈഡിലെ ഏരിയയും സെയിം ആവും. അത് ഞാനിവിടെ ഒരു ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്ന ഏരിയയും ഇവിടെ പിങ്ക് കളറിൽ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്ന ഏരിയയും സെയിം ആയതുകൊണ്ട് നമുക്ക് എന്താ പറ്റും? ഫ്ലക്സ് സെയിം ആവണം. പക്ഷേ ഇവിടെ വ്യത്യാസം വരാനുള്ള കാരണം എന്താണ്? ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിനേക്കാളും സ്ട്രെങ്ത് കൂടുതൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. കാരണം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസിനനുസരിച്ച് മാറും, എക്സിനനുസരിച്ച് മാറുന്നുണ്ട്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമ്മളിങ്ങനെ കൂടി വരുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ കൂടി വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ഇങ്ങോട്ടിൻ്റെ ഉള്ളിൽ കടന്ന് ഇതിനുള്ളിൽ നിന്ന് പുറത്ത് പോവുകയാണ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ ഡയറക്ഷൻ അങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനാണ് ഇവിടെ വരയ്ക്കുന്നത്. ആ ഡയറക്ഷൻ ഇവിടെ കാണിക്കുകയാണ്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ, ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളിലേക്ക് കടന്ന് ഇവിടെ നിന്ന് പുറത്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇൻകമിങ് ഫ്ലക്സ് എത്രയെന്ന് കാണാം. ഇൻകമിങ് ഫ്ലക്സ് കണ്ടതിന് ശേഷം നമുക്ക് ഔട്ട് ഗോയിങ് ഫ്ലക്സ് കാണാം. എന്നിട്ട് നെറ്റ് ഫ്ലക്സ് എത്രയെന്ന് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം ഇൻകമിങ് ഫ്ലക്സ് ഈ ഇന്ന് കാണാം. അപ്പോൾ ഈ ഇന്ന് കാണുന്നത് എങ്ങനെയാണ്? ഇലക്ട്രിക് ഫീൽഡ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഈ ഏരിയയാണ്. അതായത് ഞാൻ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന സ്ഥലത്തെ ഇലക്ട്രിക് ഫീൽഡിനെ ആ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ നമുക്ക് കാണാൻ എങ്ങനെയാണ്? അത് എക്സിൻ്റെ വാല്യൂ എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ കിട്ടും. എക്സിൻ്റെ വാല്യൂ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. അപ്പോൾ നമ്മൾ എക്സിൻ്റെ വാല്യൂ എ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ കിട്ടുന്നു. കൊടുത്തു നോക്കാം. എന്താണ്? ആൽഫ ഇൻറ്റു എയുടെ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? എ ആണ്. അപ്പോൾ എ റേസ് ടു 1/2. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കിട്ടി. അപ്പോൾ ഞാനിവിടെ ഞാൻ ഇലക്ട്രിക് ഫീൽഡാണ് ഇവിടെ എഴുതിയത്. അങ്ങനെയാണെങ്കിൽ ഇൻകമിങ് ഫ്ലക്സ് ഫൈ എൻ എന്ന് പറയുന്നത് ആൽഫ എ റേസ് ടു 1/2 ഇൻറ്റു ഏരിയ. ഇവിടെ ഏരിയ എന്ന് പറയുന്നത് 1 സൈഡാണ്, അല്ലെ 1 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് 1 മീറ്റർ. അപ്പോൾ നീളവും വീതിയും ലെങ്ത്തും ബ്രെഡ്ത്തും 1 മീറ്റർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക? 1 × 1 എഴുതാം. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് 1 × 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൽഫ എ റേസ് ടു 1/2 എന്ന് കിട്ടി. ഇതാണ് ഫ്ലക്സ്. ഇവിടെ പ്രത്യേകതയുണ്ട്. ഈ ഇൻകമിങ് ഫ്ലക്സിൻ്റെ ഏരിയ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയൽ വെക്ടർ നിൽക്കുന്നത് ഇങ്ങോട്ടാണ്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് വരുന്നത് നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഏരിയൽ വെക്ടറും ഇവിടെ ഏരിയ കാണിച്ചിട്ടുണ്ട്, ഒരു ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുണ്ട്, ഏരിയ കാണിച്ചിട്ടുണ്ട്. ആ ഏരിയൽ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ 180 ആണ്. അപ്പോൾ നമുക്ക് ഫ്ലക്സ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ഇ ഡോട്ട് ഡി എസ് ആണ്. അപ്പോൾ ഇ ഡോട്ട് ഇ ഡി എസ് കോസ് തീറ്റ എന്ന് എഴുതാം. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് ഇവിടെ 180 ഡിഗ്രിയാണ്. 180 ആയതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇവിടുത്തെ ഫ്ലക്സ് എന്ന് പറയുന്നത് മൈനസ് ഇ ഡി എസ് ആയി. അപ്പോൾ എന്ത് പറ്റി? ഇവിടെ ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് ആൽഫ എ റേസ് ടു 1/2 ഇൻറ്റു 1 ആണ്. ഇതിനെന്ത് ചിഹ്നം കൊടുത്തു? മൈനസ് ചിഹ്നം കൊടുത്തു. അപ്പോൾ 5 ഇൻകമിങ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇൻകമിങ് ഫ്ലക്സ് എന്ന് പറയുന്നത് മൈനസ് ആൽഫ എ റേസ് ടു 1/2 ആണ്. ആൽഫയുടെ വാല്യൂ ഇവിടെ മുന്നേ തന്നിട്ടുണ്ട്, പിന്നെ നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ഔട്ട് ഗോയിങ് ഫ്ലക്സ് കാണാം. അപ്പോൾ ഔട്ട് ഗോയിങ് ഫ്ലക്സ് എങ്ങനെയാണ് കാണാം? 5 എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഇവിടുത്തെ യൂണിറ്റ് വെക്ടർ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഈ ഡി എസ് കോസ് തീറ്റ എന്ന് നമുക്കറിയാം. ഈ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് മൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതേ ഡയറക്ഷനിൽ തന്നെയാണ് എന്ത് നിൽക്കുന്നത്? ഇവിടെ ഏരിയൽ വെക്ടർ നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് 0. ആരൊക്കെ തമ്മിലുള്ള ആംഗിൾ? ഇലക്ട്രിക് ഫീൽഡും ഏരിയൽ വെക്ടറും തമ്മിലുള്ള ആംഗിളാണ് 0 ആവുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിവിടെ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇ ഡി എസ് എന്ന് നമുക്ക് കൊടുക്കാം. ഇ ഡി എസ് കോസ് 0യുടെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇ ഡി എസ് എന്ന് കിട്ടി.
അപ്പോൾ ഔട്ടാണ് ഞാൻ എഴുതുന്നത്, ഫൈ ഔട്ട് എന്ന് പറഞ്ഞാൽ EDS കണ്ടാൽ മതി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എത്രയാണ്? ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെയുള്ള നീളം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെ A ആണ്, പിന്നെ ഒരു A ഇവിടെ. അപ്പോൾ 2A ആണ് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ഈ 2A ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. അതായത് ഈ പിങ്ക് കളറിൽ കാണിച്ചിരിക്കുന്ന സ്ഥലത്തെ ഇലക്ട്രിക് ഫീൽഡ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? എക്സിൻ്റെ സ്ഥാനത്ത് 2A എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ഥാനത്ത് നമുക്ക് കൊടുക്കുക ആൽഫ, എക്സിൻ്റെ സ്ഥാനത്ത് 2A എന്ന് കൊടുത്തു. 2A ഓൾ റേസ് ടു 1/2 എന്ന് കിട്ടി. ഇതിൻ്റെ ഏരിയ എത്രയാണ്? 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് പ്ലസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഇത് ഒന്ന് മൈനസാണ്, മറ്റൊന്ന് ഫ്ലക്സ് ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഫ്ലക്സ് എന്ന് എഴുതാൻ പറ്റും. ടോട്ടൽ ഫ്ലക്സ് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ആൽഫ 2A ഓൾ റേസ് ടു 1/2 മൈനസ് ആൽഫ A റേസ് ടു 1/2 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ കോമൺ ടേം പുറത്തെടുക്കാം നമുക്ക്. അപ്പോൾ എന്ത് കിട്ടും? ആൽഫ A റേസ് ടു 1/2 എന്ത് ചെയ്യുക? √2 ആണ്. കാരണം 2 റേസ് ടു 1/2 എന്ന് √2 ആണ്. √2 -1 എന്ന് കിട്ടി. അപ്പോൾ ആൽഫയുടെ വാല്യൂ എയുടെ വാല്യൂ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. Newton/m²/കൂളം എന്ന് കിട്ടി. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ഇതുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് കിട്ടി, അത് 2 ആണെന്ന് കിട്ടി. അത് പോസിറ്റീവ് വാല്യൂ എന്ന് മനസ്സിലായി. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടുത്തെ മൊത്തം ചാർജ് കാണണം. അപ്പോൾ നമുക്കത് കാണാനാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? 1/E0 ടൈംസ് ചാർജാണ്. അപ്പോൾ നമുക്ക് ഫ്ലക്സ് ചാർജ് കിട്ടിയാൽ ഫ്ലക്സ് കാണാം, അതേപോലെ തന്നെ ഫ്ലക്സിൽ നിന്ന് എന്ത് കാണാം? ചാർജ് കാണാം. അപ്പോൾ നമുക്കിവിടെ ഫ്ലക്സ് കിട്ടി. ഈ ക്യൂബുമായിട്ട് ബന്ധപ്പെട്ട ഫ്ലക്സ് ഇത്രയാണ്. കുറേ ഫ്ലക്സ് ഇവിടെ വന്നു, കുറേ ഫ്ലക്സ് പുറത്തു പോയി. അപ്പോൾ പുറത്ത് പോകുന്ന ഫ്ലക്സാണ് ഉള്ളതെന്ന് മനസ്സിലായി. നെറ്റ് വന്നതിനേക്കാളും കൂടുതൽ പുറത്ത് പോയി. എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ചാർജ് കാണാനാണ് പറയുന്നത്. അപ്പോൾ ആ ചാർജ് കാണാൻ എന്ത് ചെയ്യാം? ആ ചാർജിന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. Q എന്ന് പറയുന്നത് ε0 പുറത്ത് വന്നു, E0 × 5 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ചാർജ് കിട്ടും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? E0യുടെ വാല്യൂ എന്ന് പറയുന്നത് × 5 നമുക്ക് കിട്ടി. നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് 2 ആണെന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ചാർജ് എന്ന് കിട്ടും. E0യുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്നത് 1.77 × 10⁻11 കൂളമ്പാണ്. കാരണം E0യുടെ വാല്യൂ 8.8 × 10⁻12 ആണ്. അപ്പോൾ അത് കൊടുത്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് ഞാനിവിടെ എഴുതിയത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 2 positively charged infinitely long wires λ1 greater than λ2 are placed parallel to each other at x equal to -a and x equal to +a as in figure. അപ്പോൾ ഇവിടെ 2 ലൈൻ ചാർജുകൾ കാണിച്ചിട്ടുണ്ട്. ലോങ് വയേഴ്സാണ്. ആദ്യത്തെ വയേഴ്സിൻ്റെ ഡെൻസിറ്റി λ1 ആണ്, അടുത്ത വയറിൻ്റെ ഡെൻസിറ്റി λ2 ആണ്. ഇത് വെച്ചിരിക്കുന്നത് ഈ എക്സ് ഇക്വൽ ടു -aലും അടുത്ത് ഇത് വെച്ചിരിക്കുന്നത് എക്സ് ഇക്വൽ ടു aലും ആണ് വെച്ചിട്ടുള്ളത്. ഫൈൻഡ് ദ എക്സ് കോർഡിനേറ്റ് ഓഫ് എ പോയിൻ്റ് അറ്റ് വിച്ച് ഇലക്ട്രിക് ഫീൽഡ് 0. ഇതിലെവിടെയാണ് ഇലക്ട്രിക് ഫീൽഡ് 0 ആവുന്നു എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇത് എന്താണെന്ന് അതിൽ പോസിറ്റീവ്ലി ചാർജ്. അപ്പോൾ ഇത് പോസിറ്റീവാണ്, ഇതും പോസിറ്റീവാണ്. ഇത് പോസിറ്റീവ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് എടുക്കാം. അപ്പോൾ ഇതുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. കാരണം ഈ പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് അല്ലെങ്കിൽ ചാർജിൽ നിന്ന് ഫീൽഡ് എപ്പോഴും പുറത്തേക്ക് പോകും. ഇതുണ്ടാക്കുന്നു ഇവിടെ ഇങ്ങനെ തന്നെയാണ്, ഇങ്ങോട്ടാണ്, പുറത്തേക്കാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യും. അതായത് ഇവിടെ ഏത് സ്ഥലത്ത് നിങ്ങൾ എടുത്താലും നമുക്കിത് റീജിയൻ 1 എന്ന് പറയാം. ഈ റീജിയൻ 1ൽ നിങ്ങൾ എവിടെ പോയിൻ്റ് എടുത്താലും അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. അവിടെ അതൊരിക്കലും 0 ആവില്ല. ഇനി ഇതേപോലെ നമുക്ക് ഇതിനെ 1 കൊടുക്കുക. ഈ റീജിയൻ 2 ആയിട്ട് എടുക്കുക, ഇത് റീജിയൻ 3 ആയിട്ട് എടുക്കുക. നമ്മൾ റീജിയൻ 3 നോക്കിയാൽ എന്താണ്? ഇവിടെ പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, അതേപോലെ ഇതുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല? ഇലക്ട്രിക് ഫീൽഡ് 0 കിട്ടില്ല. അപ്പോൾ ഈ 2 സ്ഥലങ്ങളിലും ഇലക്ട്രിക് ഫീൽഡ് 0 അല്ല. 1ലും 3ലും ഇലക്ട്രിക് ഫീൽഡ് 0 അല്ല. എന്തുകൊണ്ടല്ല? കാരണം ഇത് രണ്ടും പോസിറ്റീവ് പ്ലേറ്റ് ആയതുകൊണ്ടാണ്. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ ഉള്ളിൽ കിട്ടും, ഇവിടെയൊക്കെ പുറത്ത് 0 വരും. പക്ഷേ രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ പുറത്ത് ഫീൽഡ് ഉണ്ടാവും, പക്ഷേ ഉള്ളിൽ എന്തുണ്ട്? ഫീൽഡ് ക്യാൻസൽ ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണ്? ഇതുണ്ടാക്കുന്ന ഫീൽഡ് ഇങ്ങോട്ടും ഇതുണ്ടാക്കുന്ന ഫീൽഡ് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റായി ക്യാൻസൽ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു പോയിൻ്റ് എടുക്കുകയാണ്. ആ പോയിൻ്റ് കിടക്കുന്നത് എക്സ് ഡിസ്റ്റൻസ് അകലെയാണ്. ഈ എക്സ് ഡിസ്റ്റൻസ് അകലെ ഈ പോയിന്റിൽ ഇപ്പോൾ എന്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്? 0 ഇലക്ട്രിക് ഫീൽഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്തത്? ഇവിടെ എടുത്തുകൂടെ? ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ എന്ത് പറ്റും?
ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ 0 കിട്ടാനുള്ള സാധ്യതയില്ലേ? ഇവിടെ സാധ്യതയില്ല. കാരണം ഇങ്ങനെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. λ1 ഗ്രേറ്റർ ദാൻ λ2. അതായത് ഇതിൻ്റെ ഡെൻസിറ്റിയാണ് കൂടുതൽ, ഇതുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡാണ് കൂടുതൽ. അപ്പോൾ പിന്നെ എന്ത് സംഭവിക്കും? ഇവിടെ വെച്ചിട്ട് ഇതിനിവിടെ ഇലക്ട്രിക് ഫീൽഡിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ഇതിനേക്കാളും കുറവാണ്. അപ്പോൾ ഫസ്റ്റിന് സ്ട്രെങ്ത് കൂടുതലായതുകൊണ്ട് ഇതിൻ്റെ സ്ട്രെങ്ത് ക്യാൻസൽ ചെയ്യുന്നത് ഏകദേശം രണ്ടാമത്തെ കണ്ടക്ടറിൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഇലക്ട്രിക് ഫീൽഡ് 0 ആകാനുള്ള സാധ്യത ഉള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. കാരണം ഇത് നമ്മൾ ഫിസിക്സ് പഠനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രോബ്ലം ചെയ്യുന്നതല്ല, ആ പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളും ബൈഹാർട്ടാക്കേണ്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നോട്ട് കുറിച്ച് അത് പഠിക്കണം. ഇനി നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു. ഇനി ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ഇവിടുത്തെ ആദ്യം E1 എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഗ്രീൻ കളർ കൊണ്ട് വരച്ചിട്ടുള്ള കണ്ടക്ടറിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് E1 ആണ് കാണുന്നത്. നമുക്കത് ഇത്രയും നോക്കാം. E1 എന്ന് പറഞ്ഞാൽ എന്താണ്? E1 എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 1/2πE0 λ/r എന്ന് പഠിച്ചിട്ടുണ്ട്. ഞാനിതിനെ കുറച്ചും കൂടി മാറ്റിയിട്ട് 1/4πE0 2λ/r എന്നാക്കണം. എന്താണ് ഇവിടെ? അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്കൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് k × 2λ/r എന്നാക്കാം E1. അപ്പോൾ നമുക്ക് E1ൻ്റെ വാല്യൂ നമുക്ക് ഒന്നുകൂടി ഈ കേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? k × 2λ1 λ1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെൻസിറ്റിയാണ്, ബൈ ഇങ്ങോട്ടൊരു ഡിസ്റ്റൻസാണ്. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടം വരെ എന്തുണ്ട്? a ഡിസ്റ്റൻസാണ്, a ആണ്. ഇവിടെ തൊട്ട് ഇവിടം വരെ x ആണുള്ളത്. അപ്പോൾ എന്ത് കിട്ടി? ഇവിടെ തൊട്ട് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് a+x ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? a+x എന്ന് കിട്ടി. അപ്പോൾ E1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് E2ൻ്റെ വാല്യൂ കാണാം. അപ്പോൾ E2ൻ്റെ വാല്യൂ ഇതേ ഫോർമുല തന്നെ നമുക്ക് ഉപയോഗിക്കാം. E2 എന്ന് പറഞ്ഞാൽ എന്താണ്? k × 2λ/r ആണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് k × λ2 2λ2 ഈ ഡിസ്റ്റൻസാണ് നമുക്ക് വേണ്ടത്. ഈ ഡിസ്റ്റൻസ് ഇതിപ്പോൾ എത്രയാണ്? ഇവിടെ തൊട്ട് ഇവിടം വരെ എത്ര ഡിസ്റ്റൻസ്? a ഡിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ തൊട്ട് ഇവിടം വരെ x ആണ്. അപ്പോൾ നമുക്ക് ഈ ദൂരം എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം a ആണ്. ഇവിടെ തൊട്ട് ഇവിടം വരെ a ഉണ്ട്, ഇവിടം വരെ x ഉണ്ട്. അപ്പോൾ ഈ ദൂരം എന്ന് പറഞ്ഞാൽ a - x ആണ്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കുക? a - x എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ 2 ഇലക്ട്രിക് ഫീൽഡ് വന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഗ്രീൻ്റെ ഇലക്ട്രിക് ഫീൽഡാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെന്ന് ഞാൻ കാണിച്ചു. ഇതേപോലെ തന്നെ ഇവിടെ പിങ്ക് കളർ വരച്ചിട്ടുള്ള ഈ കണ്ടക്ടറിൻ്റെ ഇലക്ട്രിക് ഫീൽഡാണ് ഞാൻ അടുത്ത് വരയ്ക്കാൻ പോണത്. അതെങ്ങോട്ടാണ്? അതിങ്ങോട്ടാണ്, നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇത് രണ്ടും എന്താവും? ഈ പോയിൻ്റ് വെച്ച് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആകുമ്പോഴാണ് ഇവിടെ എന്ത് കിട്ടുള്ളൂ? 0 കിട്ടുള്ളൂ. അപ്പോൾ ഈ പോയിന്റിൽ 0 ആണെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡ് 0 ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇങ്ങനെ എഴുതാം. ഒരു സംശയം കൂടാണ്ട് എഴുതാം. E1 എന്ന് പറയുന്നത് E2 ആണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ E1ൻ്റെ വാല്യൂ എത്രയാണ് നമുക്കറിയാം. E1 എന്ന് പറയുന്നത് k × 2λ1/a+x എന്ന് കിട്ടി. അതേപോലെ E2ൻ്റെ വാല്യൂ എത്ര കിട്ടും? k × 2λ2/a-x എന്ന് കിട്ടി. നമ്മുടെ എക്സ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പല ടേമുകളിലൂടെ ക്യാൻസൽ ചെയ്ത് കളയാം. ഏതൊക്കെ? 2k ക്യാൻസൽ ചെയ്തു. ഇനി നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? λ1 × a-x എന്ന് കിട്ടി. ഈക്വൽ ടു എന്ത് കിട്ടി? λ2 × a+x എന്ന് കിട്ടി. ഇനി വെറും മാത്സ് മാത്രമേ ഉള്ളൂ, വേറെ ഫിസിക്സ് ഒന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാനില്ല. λ1 a - λ1 x ഈക്വൽ ടു λ2 a + λ2 x എന്ന് കിട്ടി. ഈ എക്സുകൾ ഒന്നിച്ചാക്കി കഴിഞ്ഞാൽ λ1 a - λ2 a ഈക്വൽ ടു ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ λ2 x + λ1 x. അപ്പോൾ എന്ത് കിട്ടി? എക്സ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ λ2 + λ1 എന്ന് കിട്ടി. അതാണ് ഇവിടെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ λ1 - λ2 എന്ന് കിട്ടി. അപ്പോൾ എക്സ് ഈക്വൽ എന്ത് കിട്ടി? എക്സ് ഈക്വൽ ടു a × λ1 - λ2/λ2 + λ1 എന്ന് കിട്ടി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If separation between 2 point charges decreases, then electric potential energy of the system increases. Whatever be the sign of charges,
യെസ് ഓർ നോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് ചാർജുകൾ ഡിസ്റ്റൻസ് കുറച്ചാൽ പൊട്ടൻഷ്യൽ എനർജി കൂടുന്നു എന്ന്. നമുക്ക് നോക്കി നോക്കാം. ഞാൻ ആദ്യം എടുക്കുന്ന 2 പ്ലസ് ചാർജ് എടുക്കുകയാണ്. ഈ 2 പ്ലസ് ചാർജുകളെ R ഡിസ്റ്റൻസിൽ വെച്ചു. അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/4πE0 Q1. ഇത് 1 2 ആണ്. Q1 Q2/R ആണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. എന്താ മനസ്സിലാക്കാൻ പറ്റും? ആറിൻ്റെ വാല്യൂ കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പൊട്ടൻഷ്യൽ എനർജി കൂടുന്നു. അപ്പോൾ ഇത് പ്ലസ്, രണ്ടും പ്ലസ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? ആറ് കുറയുമ്പോൾ യുടെ വാല്യൂ കൂടുന്നുണ്ട്. രണ്ടും നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. ഇത് -Q1, ഇത് Q2 ആണെങ്കിൽ എന്ത് പറ്റും? അപ്പോഴും പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 1/4πE0 Q1 Q2/R തന്നെയാണ്. അപ്പോൾ 6 കുറയുമ്പോൾ എന്ത് സംഭവിക്കും? നെഗറ്റീവ് പൊട്ടൻഷ്യൽ എനർജി കൂടും. അവിടെ കൂടിയത് പോസിറ്റീവ് പൊട്ടൻഷ്യൽ എനർജിയാണ് കൂടിയത്. പോസിറ്റീവ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂടുന്നു. ഇവിടെ നെഗറ്റീവ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂടുന്നു. ഇനി ഒരു ചാർജ് പ്ലസ്സും ഒരു ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ എന്ത് പറ്റും? -Q1ഉം Q2 ആണെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ അത് സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അടുത്ത് വരുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് എന്ത് ചെയ്യുന്നു നോക്കിയാൽ ഇവിടെ രണ്ടിടത്തും കൂടിയെന്ന് മനസ്സിലാൻ പറ്റും. ഇവിടെ എന്താണ്? ഈ മൈനസ് പൊട്ടൻഷ്യൽ ആര് ക്യാൻസൽ ചെയ്യും? ഈ പ്ലസ് പൊട്ടൻഷ്യൽ ക്യാൻസൽ ചെയ്യും. അതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി കുറയുന്നു. അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് സൈനാണ് വരുന്നതെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കുറയുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്കൊരിക്കലും ആൻസർ എന്ത് പറയാൻ പറ്റില്ല? ഇൻക്രീസ് ചെയ്യുന്നു പറയാൻ പറ്റില്ല. അപ്പോൾ രണ്ട് ചാർജുകൾ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ ഇൻക്രീസ് ചെയ്യാം, ചില സിറ്റുവേഷനിൽ ഡിക്രീസ് ചെയ്യാം. ഇതാണ് നമുക്കിവിടെ ആൻസറായിട്ട് പറയേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി ഗിവൺ സിസ്റ്റം ഷോൺ ഇൻ ഫിഗർ ഈസ് പോസിറ്റീവ്, പ്രൂവ് ദാറ്റ് 2Q ഗ്രേറ്റർ ദാൻ 3Q. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. എങ്കിൽ ഈ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നു തെളിയിക്കണം. 2Q എപ്പോഴും 3Qനേക്കാളും വലുതാണെന്ന് തെളിയിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കാണാം. നമുക്കിത് ഒന്നാമത്തെ ചാർജായിട്ട് എടുക്കുക, ഇത് രണ്ടാമത്തെ ചാർജ്, ഇത് മൂന്നാമത്തെ ചാർജായിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം 1ൻ്റെയും 2ൻ്റെയും ഇടയിലുള്ള പൊട്ടൻഷ്യൽ എനർജി കാണാം. അതെത്രയാണ്? ഞാൻ U12 എന്ന് എഴുതാണ്. അതെത്രയാണ്? K × 2Q × Q/A എന്ന് കിട്ടി. രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കിട്ടി. ഈ K എന്ന് പറയുന്നത് 1/4πE0 ആണ്. K എന്ന് പറയുന്നത് ഞാൻ ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് K എന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ വാല്യൂ. അടുത്തെന്താണ്? അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തെന്താണ്? 1ൻ്റെയും 2ൻ്റെയും ഇടയിൽ കിട്ടിയ 2നും 3ൻ്റെ ഇടയിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അത് കൂട്ടത്തിൽ കിട്ടും K × Q. ഇത് -Q ആണ്. Q × -Q/A എന്ന് കിട്ടി. ഇനി എന്താണ്? ഇതേപോലെ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. എത്ര കിട്ടും? K × 2Q -Q ആണ്. 2Q - Q/A എന്ന് കിട്ടി. ഇതാണ് മൊത്തം പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനെ നമുക്കിങ്ങനെ എഴുതാം. K × 2QQ/A. ഇത് രണ്ടും സിമിലർ ടേമുകളാണ്, ഒരേപോലത്തെ ടേമുകളാണ്. ഇവിടെ ക്യാപിറ്റൽ Q ഉണ്ട്, ഇവിടെ ക്യാപിറ്റൽ Q ഉണ്ട്, -Q. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കിട്ടുന്നത് -3KQQ/A എന്ന് കിട്ടി. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ നമുക്ക് കോമൺ ടേം പുറത്തെടുത്ത് എങ്ങനെ എഴുതാൻ പറ്റും? K Q/A. ബാക്കി ഇവിടെ എത്ര ഉണ്ട്? ഇവിടെ 2Q ബാക്കിയുണ്ട്. ഇവിടെ എത്ര ഉണ്ട്? 3Q ആണെന്ന് മനസ്സിലായി. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇത് പോസിറ്റീവ് ആണെങ്കിൽ എന്താ കിട്ടുന്നത്? 2Q എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 3Q ആയാലും മാത്രമേ എന്ത് കിട്ടുള്ളൂ നമുക്ക്? ഇവിടുത്തെ കേസിൽ ഇത് പോസിറ്റീവ് ആകുള്ളൂ. കാരണം ഈ വാല്യൂ എപ്പോഴും എന്താവണം? ഇതിനേക്കാളും വലുതാവണമല്ലോ. അതാണ് ഞാനിവിടെ എഴുതിയത് 2Q ഗ്രേറ്റർ ദാൻ 3Q. അപ്പോൾ ഇവിടെ പ്രിൻറ്റിംഗ് മിസ്റ്റേക്കാണ്. ഇത് സ്മോൾ Q ആണെന്ന് എഴുതുക. അപ്പോൾ ഈ കണ്ടീഷൻ നമ്മൾ തെളിയിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? നമ്മൾ ഇതിൻ്റെ ഇടയിലുള്ള എനർജി കണ്ടു, ഇതിൻ്റെ ഇടയിലുള്ള എനർജി കണ്ടു, ഇതിൻ്റെ കണ്ടു, അത് മൊത്തം എഴുതി. ആ മൊത്തം എഴുതിയിട്ട് ഇവിടെ കൂട്ടി. അത് പോസിറ്റീവ് ആവണമെങ്കിൽ എന്താണ്? ഇതിൻ്റെ വാല്യൂ ഇതിനേക്കാളും വലുതാവണം. അത് തെളിയിക്കാനാണ് ഇവിടെ ആവശ്യപ്പെട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് അങ്ങനെ തരാം. ഇങ്ങനെ തന്നിട്ട് ഇതിലേത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, എങ്ങനെ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് ആണെങ്കിൽ ഇതേത് കണ്ടീഷൻസ് ശരിയാണ് ഇവിടെ. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ ഈ കണ്ടീഷനാണ് ശരി. നെഗറ്റീവ് ആകുമ്പോൾ എന്ത് കണ്ടീഷൻ? ചിലപ്പോൾ എന്ത് പറ്റും? തിരിയും. അപ്പോൾ ഈ സിസ്റ്റം ടോട്ടലി നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റും? ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ആ ചോദ്യത്തിനനുസരിച്ച് നമ്മൾ ഇതിൻ്റെ കണ്ടീഷൻസ് കണ്ടെത്തണം. അത്തരത്തിലുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്തത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. 2 നെഗറ്റീവ് ചാർജസ് ഈച്ച് ഓഫ് മാഗ്നിറ്റ്യൂഡ് Q are
2 ആർ ഡിസ്റ്റൻസ് അപ്പാർട്ട്. അപ്പോൾ മൈനസ് ക്യൂ 2 ആർ ഡിസ്റ്റൻസിൽ വെച്ചിട്ടുണ്ട്. എ പോസിറ്റീവ് ചാർജ് ക്യൂ ഈസ് ലൈങ് അറ്റ് ദ മിഡിൽ ഓഫ് ദം. ഒരു പ്ലസ് ചാർജിനെ തന്നെ സെൻറ്ററിൽ വെച്ചിട്ടുണ്ട്. ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം ഈസ് U1. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റിൻ്റെ പൊട്ടൻഷ്യൽ എനർജി U1 ആണ്. ഇഫ് ദ 2 നിയറസ്റ്റ് ചാർജസ് ആർ മ്യൂച്വലി ഇൻ്റർചേഞ്ച്, അതായത് ഈ രണ്ട് ചാർജുകളെ ഇൻ്റർചേഞ്ച് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു. അപ്പോൾ ക്യൂ ഇപ്പുറത്തേക്ക് വന്നു, മൈനസ് ക്യൂ ഇപ്പുറത്തേക്ക് വന്നു. അപ്പോൾ ഇങ്ങനെ ഈ ചിത്രം ഇൻ്റർചേഞ്ചിൽ പൊട്ടൻഷ്യൽ എനർജി ബിക്കംസ് U2. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി U2 ആണ്. എങ്കിൽ U1/U2ൻ്റെ റേഷ്യോ കാണാൻ. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി U1 ആണ്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി U2 ആണ്. നമ്മൾ U1 കണ്ടെത്തണം, U2 കണ്ടെത്തണം, അതിൻ്റെ റേഷ്യോ കാണണം. അപ്പോൾ നമുക്ക് ആദ്യം U1 കാണാം. U1 എങ്ങനെ കാണാം? K ഇൻറ്റു നമ്മൾ ആദ്യം ഇതിൻ്റെ ഇടയിലെ പൊട്ടൻഷ്യൽ എനർജി കാണുന്നു, മൈനസ് ക്യൂ ഇൻറ്റു ക്യൂ ബൈ ആർ ആണ്. ഈ K എന്ന് പറയുന്നത് ഇവിടെ ഞാൻ K എന്ന് പറയുന്നത് 1/4πE0 എന്ന് പറയുന്നത് ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് K വെച്ച് നമ്മൾ മാറ്റി എഴുതുന്നത്. പ്ലസ് എന്ത് ചെയ്തു? അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിലുള്ള എനർജി കണ്ടു, അതേപോലെ ഇവിടുത്തെ എനർജി കണ്ടു. അത് എത്ര കിട്ടും? K ഇൻറ്റു ക്യൂ പ്ലസ് ക്യൂ മൈനസ് ക്യൂ ബൈ ആർ എന്ന് കിട്ടി. പ്ലസ് ഇതിൻ്റെ ഇടയിൽ എനർജി ഉണ്ട്. അപ്പോൾ ഇവിടെ എനർജി കണ്ടു, ഇവിടെ എനർജി കണ്ടു, അതേപോലെ തന്നെ എന്ത് പറ്റും? ഇവിടെ എനർജി ഉണ്ട്. രണ്ട് ഗ്രീൻ കളറിൻ്റെ ഇടയിലും എനർജി ഉണ്ട്. അപ്പോൾ ഗ്രീനും ഈ റെഡിൻ്റെ ഇടയിൽ എനർജി ഉണ്ട്, ഈ റെഡിനും ഗ്രീനിൻ്റെ ഇടയിൽ എനർജി ഉണ്ട്. അതേമാതിരി ഗ്രീനും ഗ്രീനിൻ്റെ ഇടയിൽ എനർജി ഉണ്ട്. അവിടെ ഗ്രീൻ എന്ന് പറഞ്ഞ് ചാർജാണ് കേട്ടോ. K ഇൻറ്റു മൈനസ് ക്യൂ ഇൻറ്റു മൈനസ് ക്യൂ ഇൻ ബൈ ആർ എന്ന് കിട്ടി. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇത്രയാണ്, -3K Q²/2R എന്ന് കിട്ടി. ഇതാണ് U1 എന്ന് പറയുന്ന എനർജി കിട്ടിയത്. നമുക്ക് അടുത്ത ഇതേമാതിരി തന്നെ U2 നമുക്ക് കാണാം. അപ്പോൾ U2 എങ്ങനെയാണ് കാണുക? U2 ഇതേമാതിരി തന്നെ ഇതിൻ്റെ ഇടയിൽ എനർജി കാണുന്നു. അത് എത്ര കിട്ടും? K ഇൻറ്റു ക്യൂ ഇൻറ്റു മൈനസ് ക്യൂ ബൈ ആർ എന്ന് കിട്ടി. പ്ലസ് ഇതിൻ്റെ ഇടയിലുള്ള എനർജി എന്ന് പറയുന്നത് K ഇൻറ്റു മൈനസ് ക്യൂ ഇൻറ്റു മൈനസ് ക്യൂ ഡിവൈഡ് ബൈ ആർ. പ്ലസ് എന്താ ഇവിടെ എനർജി ഉണ്ട്, ഇങ്ങനെ അത് കൂട്ടുമ്പോൾ എത്ര കിട്ടും? K ഇൻറ്റു ക്യൂ ഇൻറ്റു മൈനസ് ക്യൂ ബൈ 2R. ഞാനിവിടെ ഒരു 2R ഇടാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ ഇടയിൽ എനർജി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2R ആണല്ലോ, ആ 2R ഇടാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്നത് നമുക്ക് -K Q²/2R എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ റേഷ്യോ കണ്ടോക്കാം. റേഷ്യോ കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും? U1/U2 ആണ്. അപ്പോൾ U1ൻ്റെ വാല്യൂ എത്രയാണ്? 3/2K Q²/R ഡിവൈഡ് ബൈ -K Q²/2R. ഇത് ചെയ്താൽ കിട്ടുന്നത് -U1/U2 എന്ന് പറയുന്നത് 3/1 എന്ന് കിട്ടി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.